ഏറ്റവും മോശമായി മരിക്കുന്നവരും കല്യാണം കഴിക്കാത്തവരാണ്. കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരാളിൽ പിശാചിന്റെ ആയുധം ഫലിക്കുന്ന പോലെ മറ്റൊരാളിലും ഫലിക്കുന്നില്ല. എന്തൊരു മനോഹരമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊരു മനോഹരമായ ആശയം അല്ലെ! കല്യാണം കഴിക്കാത്ത ആളുകളെ വെച്ച് പിശാച് അമ്മാനമാടുന്നത് പോലെ കല്യാണം കഴിച്ചവരിതിന് വിട്ടില്ല. അല്ലാഹുത്താല തന്റെ ഇടം കൊടുക്കുന്നുണ്ട് നിക്കാഹിലൂടെ. അല്ലാഹുത്താല അവർക്കൊരു ബുദ്ധികൂർമ്മത കൊടുക്കുന്നുണ്ട്, കാര്യബോധം കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിക്കാതെ നടക്കുന്ന നമ്മൾ പറയില്ല, ആ കല്യാണം കഴിക്കാത്ത ഒരാളാണ്, അവന് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനല്ലേ, അപ്പൊ എന്തു ആവാം. സുബ്ഹാനല്ലാഹ്. മരിക്കുമ്പോ അങ്ങനെങ്ങാനും മരിച്ചാൽ കല്യാണം കഴിക്കാനൊക്കെ അവസരം ഉണ്ടായി, അതിൽ നിയ്യത്തെങ്കിലും വേണം. നിയ്യത്തുൽ മുഅ്മിൻ ഖൈറും മിൻ അമൽ. നിയ്യത്ത് കൊണ്ട് അല്ലാഹു കൂലി തരും. നിയ്യത്ത് പോലും ഇല്ലാതെ നടക്കാൻ അല്ലാഹു എനിക്ക് സൗകര്യം തന്നാൽ ഇൻഷാ അല്ലാഹ്, അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ നടക്കുന്ന ആളുകൾ, അവർ മരിക്കുന്നത് പോലും മോശമായ മരണമാണ്. إلا أن المتزوجين هم المطهرون المبرؤون من الخنا. കല്യാണം കഴിച്ച ആളുകൾ അവരെ അല്ലാഹു വ്യഭിചാരത്തിൽ നിന്ന് ശുദ്ധിയാക്കി തരുന്നുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്നാൽ കല്യാണം കഴിക്കാത്ത ആളുകളിൽ പിശാചിന്റെ ആയുധം പെട്ടെന്ന് ഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അക്കാഫ് ഇബ്നു വദാഅത്തുൽ ഹിലാലി, നിങ്ങൾ പോയി കല്യാണം കഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഉടനെ പറഞ്ഞു, നബി എനിക്ക് കല്യാണം കഴിച്ചേരിൻ. അങ്ങനെ പെട്ടെന്ന് ആ കല്യാണം നടക്കുകയാണ്. അവിടെ ആ ഹദീസിന്റെ ബാക്കി ഭാഗം അങ്ങനെയാണ്. അദ്വാഉൽ ബയാൻ, മഹാനായ ഇമാം ശൻഖീതി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ട അവരുടെ തഫ്സീറാണ് അദ്വാഉൽ ബയാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അല്ലാഹു തആല സമ്പത്ത് തരാം എന്ന് പറയുന്ന ഒരുപാട് വാഗ്ദാനം അല്ലാഹുവിന്റേത് ഖുർആനിൽ കാണാൻ കഴിയും. ഇന്നത് ചെയ്താൽ ഞാൻ സമ്പത്ത് തരാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് പൈസ തരും, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം തരും, അല്ലേ? അല്ലാഹു തആല അങ്ങനെയൊക്കെ കരാറ് ചെയ്തത് അല്ലാഹു തആല വീട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അവര് ദരിദ്രന്മാരാണെങ്കിൽ അല്ലാഹു ഐശ്വര്യം കൊടുക്കൂലേ എന്ന് പറയുമ്പോ, നിക്കാഹ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഐശ്വര്യം കൊടുക്കും എന്ന് അല്ലാഹു കരാറ് ചെയ്യല്ലേ? അല്ലാഹു വാഗ്ദത്തം ചെയ്ത് അല്ലാഹു പാലിക്കൂലേ? അതുകൊണ്ട് അല്ലാഹു പാലിക്കും, അതുകൊണ്ട് നിക്കാഹിലൂടെ ഐശ്വര്യം കിട്ടും എന്ന് സ്ഥാപിക്കുകയാണ് മഹാനായ മുഫസ്സിർ ശൻഖീതി റഹിമഹുല്ലാഹ് അവരുടെ തഫ്സീർ അദ്വാഉൽ ബയാൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ സംഭവങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല നിഅമത്ത് തരാം എന്ന് പറഞ്ഞ ചില കാരണങ്ങൾ നമ്മൾ വിചാരിക്കും, നിഅമത്ത് കിട്ടണമെങ്കിൽ പിന്നെ MBA ഒക്കെ പഠിക്കണം. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ആർട്സ് ആയിട്ട് നടന്നിട്ട് നമ്മള് BA MA നടന്നിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയിട്ട് ഒരു BBA ഒക്കെ എടുത്താൽ എന്നാലൊക്കെ ഇപ്പൊ പൈസ ഉണ്ടാവുള്ളൂ. നമ്മളിത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി നടന്നിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെയൊന്നുമില്ല. വിചാരിക്കും ചില ആളുകൾക്ക് ഭയങ്കര ഒരു വാക് സാമർഥ്യം കൊണ്ടാണ് അയാളുടെ കച്ചവടം ഉഷാറാവുന്നത്. അങ്ങനെയും അല്ല. അങ്ങനെയൊക്കെ സാമർഥ്യമുള്ള ആളുകൾക്ക് ഇത് പച്ചപിടിക്കാതെ പോകുന്നതുണ്ട്. നല്ല വെൽ പ്ലാൻഡ് തുടങ്ങുന്ന എത്ര ബിസിനസ് പൊളിയുന്നുണ്ട്. എന്തൊരു വളരെ ഉഷാറായിട്ട ലോഞ്ചിങ്, പക്ഷെ അതിന്റെ ഡിക്ലൈൻ നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ കണക്ക് കൂട്ടലൊന്നും അല്ല അള്ളാഹുവിന്റെ നിഅമത്തിന്റെയോ ഫദ്ലിന്റെയോ മിഅയാർ, അതിന്റെ മാനദണ്ഡം നമ്മുടെ കാഴ്ചപ്പാടല്ല. അല്ലാഹു തആല പറയുന്നു, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, ആർക്കെങ്കിലും അല്ലാഹു തആല റിസ്ഖിൽ പ്രയാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു തആല ആശ്വാസം നൽകുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങൾക്ക് ഇത് ഭയങ്കരമായ സന്തോഷം നൽകുന്ന ആയത്താണ്. എപ്പോഴും അല്ലാഹു പ്രയാസപ്പെടുത്തൂല, പക്ഷെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരും. അത് ദുന്യാവല്ലേ? ഇത് ദുന്യാവാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ അതൊക്കെ എളുപ്പമാണ്. ദുന്യാവാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ എല്ലാം ഉഷാർ, പഠിച്ചവൻ അടുത്ത കൊല്ലാവുമ്പോഴേക്ക് നാട്ടിൽ ചെന്നിട്ട് ഒരു ഏക്കറും കൂടെ വാങ്ങണം. അതൊക്കെ ഇപ്പൊ ആഗ്രഹം എന്തെല്ലാം ആഗ്രഹിക്കാം, അതൊക്കെ ഇപ്പൊ നടക്കുവോ? അല്ലാഹു തആലയുടെ ഈ ദുന്യാവ് നമുക്ക് നിഅമത്തല്ല തരുന്നു. അല്ലാഹു തആല പരീക്ഷണങ്ങളും തരും. എന്തേ? നാളത്തെ നമ്മുടെ ലെവൽ അല്ലാഹു ഉയർത്തി തരണം. അതിനിവിടെ പരീക്ഷണം മിഹ്നത്ത്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, പ്രയാസം സഹിച്ച് ജീവിക്കേണ്ട ലോകമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ്സ് ഞങ്ങൾ വെക്കണം. ഇതാണ് ദുന്യാവ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് ലോകം. അപ്പൊ നമുക്ക് ജോലി നഷ്ടപ്പെടാം,
കച്ചവടത്തിൽ ഒരു പരാജയം വന്നു, ശരീരത്തിൽ ഒരു അസുഖം വന്നു, പിന്നെ അല്ലാഹു ശിഫയാക്കി തന്നെന്ന് വരും അല്ലെ? മക്കളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ബുദ്ധിമുട്ട് വന്നു, കുറച്ചൊരു നേരത്തേക്ക് ചില പ്രയാസങ്ങൾ, ചില സമയം ഒരു മനുഷ്യന്റെ മുമ്പിൽ ദുനിയാവ് മുഴുവനും അടയപ്പെടുന്ന ചില ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരും. എങ്ങനെ നോക്കിയാലും അല്ലാഹു ജോലി, നാട്ടിലോ ഉപ്പ അഡ്മിറ്റാണ്, അവിടെ അങ്ങനെ നോക്കുമ്പോ കുട്ടിക്ക് സുഖല്ല, പടച്ചതമ്പുരാനെ ഭാര്യയാണെങ്കിൽ വല്ലാത്തൊരു വിഷമം. ഇങ്ങനെയൊക്കെ എല്ലാ സമയം ചുറ്റുഭാഗത്തു നിന്നും ദുൽമത്തുകളാണെന്ന് മനുഷ്യൻ തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ട്. അല്ലാഹു തആല ഒരു അബ്ദിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടുന്ന നേരമാണ്. നമ്മുടെ ഖൽബിൽ നിന്ന് എന്താ വരുന്നത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, വ നിഅമൽ വകീൽ, ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന എന്റെ വക്കീലായ അല്ലാഹു, നിഅമ, ഏറ്റവും നല്ലവനല്ലയോ അല്ലാഹു. ആ ഒരു പ്രാർത്ഥനയും ചിന്തയും മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക.